ഹായ്, ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രാഫ്റ്റ് ആൻഡ് കുക്കാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, നീ എന്നെ കുക്കെന്ന് പറയുന്നതെന്ന്. കുക്കല്ല, കുക്കാണ് കേട്ടോ. ഇന്നല്ല അടിപൊളി ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആട്ടോ ഞാൻ പൂക്കളുണ്ടാക്കി കാണിക്കാം. ഇത് പൈപ്പ് ക്ലീനർ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വെൽവെറ്റെ തൊടുന്ന പോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ തുമ്പത്ത് ഒരു ഉള്ളിക്കൂടെ നാരുമായിട്ടുള്ളൊരു കമ്പി ഉണ്ട്. അപ്പോൾ ആ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ളൊരു കമ്പിയാണ്. അതുകൊണ്ട് നമുക്കത് എങ്ങനെ വേണേലും വളച്ച് നമുക്ക് ഇഷ്ടത്തിന് പൂക്കളോ എന്ത് വേണേലും ഉണ്ടാക്കാം. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. പൈപ്പ് ക്ലീനർ എന്നാണ്. നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് എവിടെ നിന്ന് വേണേലും മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഫ്ലവർ ഉണ്ടാക്കി കാണിക്കാം. എന്നിട്ട് അത് എങ്ങനെ ഒരു ഫ്ലവർ വേസിലേക്ക് സെറ്റ് ചെയ്യാം. കുറേ എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം മാത്രം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ. അത് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതറിയാം എങ്ങനെയൊക്കെ അത് വളയ്ക്കാം, തിരിക്കാം എന്നൊക്കെ. മെറ്റീരിയൽ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയൊക്കെ വളയും. അപ്പോൾ എങ്ങനെ നമുക്ക് പൂ ഉണ്ടാക്കാം. ബഡ്സ് ഇല്ലേ, മുട്ടുകൾ, ലീവ്സ് എന്ത് വേണേലും നമുക്ക് ഈ ഇത് വെച്ചുണ്ടാക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ചുമ്മാ ഇങ്ങനെ വളച്ച് ഇടയ്ക്കൊരു നോട്ടിട്ട് കൊടുത്താൽ മതി. അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് തന്നെ ഇങ്ങനെ കോർത്ത് വലിച്ചെടുക്കാവുന്നതാണ്. നൂല് കെട്ടിടുന്ന പോലെ തന്നെ കെട്ടിടാൻ പറ്റും അതുപോലെ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലവറിൻ്റെ താഴോട്ടുള്ള തണ്ടിന് ഞാൻ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കും. പിന്നെ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ച കുറച്ച് ലീവ്സാണ് വയ്ക്കുന്നത്. ഫാബ്രിക് മെറ്റീരിയലേക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് ചെയ്ത ഒരു ലീവ്സാണ് നമുക്ക് മേടിക്കാൻ കിട്ടും. റോസിൻ്റെ ഒക്കെ ലീവ്സ് പോലെ. പക്ഷേ ഞാനിപ്പോൾ അതൊരു ഓർക്കിഡിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ കെട്ടിട്ടിങ്ങ് എടുത്താൽ മതി. ഇത് നല്ല ഭംഗിയായിട്ട് നല്ല കളറിലും നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ഏത് കളർ വേണേലും മേടിക്കാൻ കിട്ടും കേട്ടോ. പൈപ്പ് ക്ലീനർ എനിക്ക് പിന്നെ റെഡ് ഫ്ലവേഴ്സാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും കൂടുതലും റെഡ് ഒക്കെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. എൻ്റെ സൈഡിൽ എൻ്റെ ബാക്കിൽ ആദ്യം വീഡിയോയുടെ തുടക്കത്തിലൊരു ബോൺസായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, നിറയെ പൂക്കളുള്ള, അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ആ മരവും പൂവും എല്ലാം ഞാനത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ ഒരു വീഡിയോ ഞാനിനി ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഒന്ന് അടുക്കിയൊക്കെ ഞാൻ തെർമോക്കോൾ ബോളായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്ത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചോ നമുക്ക് ഏത് കയ്യിലുള്ള പശ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി. തെർമോക്കോൾ ബോളിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീഡ്സ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലൊരു ഫ്ലവർ വേസ് പൂക്കളൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഏത് തരം പൂക്കൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ടുലിപ്സിൻ്റെയൊക്കെ മുട്ടൊക്കെ പോലെയല്ലേ തോന്നുന്നത്. അത് നമുക്ക് ടുലിപ്സൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു ഓർക്കിഡിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ കുറേ പൂക്കളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേയെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. ഒരു 5-10 പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ തെർമോക്കോൾ ബോൾ മുട്ടായിട്ട് വരുന്നതിൻ്റെ ഉള്ളിൽ വെക്കണ്ട, അല്ലാതെയുള്ള വലിയ പൂവിൻ്റെ എല്ലാം ഉള്ളിൽ തെർമോക്കോൾ ബോൾ ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് മേളിൽ നിന്ന് മുതൽ നമ്മൾ ചെറിയ മുട്ട് അതിന് താഴെ കുറച്ചുകൂടി വിരിഞ്ഞത് അങ്ങനെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തിങ്ങെടുത്തു. അതിൻ്റെ എല്ലാ തണ്ടയിലേക്ക് ഞാൻ ഗ്രീൻ ടേപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഓരോന്ന് വെച്ച് അറേഞ്ച് ചെയ്തിങ്ങെടുത്താൽ മതി നമ്മൾ. എന്നിട്ടത് ഒട്ടിച്ച് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിങ്ങെടുത്തു. എന്നിട്ട് ലീവ്സ് ഒരു കുഞ്ഞ് ഫ്ലവർ വേസ്, ഒരു ചെറിയ ഐസ്ക്രീം ബോട്ടിലിനകത്തേക്ക് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്ലവർ വേസ് ഒന്നും മേടിച്ചതില്ലായിരുന്നു. അതുകൊണ്ട് ഐസ്ക്രീം ബോട്ടിലിനകത്തേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. വെൽവെറ്റ് പോലെയാണ് ഈ പൂക്കളിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനും, ഭയങ്കര കളറും നല്ല രസമാണ്. പൂക്കൾ എപ്പോഴും നല്ല വൈബ്രൻറ്റ് കളേഴ്സിലല്ലേ നമുക്ക് കാണാൻ നല്ല ഇഷ്ടം. ഇലയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അതിന് നല്ല എടുത്ത കളറല്ലേ എപ്പോഴും നല്ലത് കാണാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അകത്തി നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്കൊന്ന് കുറച്ചൊന്ന് വിടർത്തി വെച്ച് കൊടുത്താൽ മതി. നല്ലതായിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതാട്ടോ ഞാൻ ഓൺലൈൻ മേടിച്ച ലീവ്സ്. അത് ഒരു പാത്രത്തിനകത്തേക്ക് തെർമോക്കോൾ വെച്ച്, അത് വെള്ളം
പാത്രം ആയതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത് തെർമോക്കോളിൽ വെച്ച് സെറ്റാക്കിയിട്ട് അതിലേക്കാണ് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് താഴെ കുറച്ച് ഇലകളും അതിൻ്റെ തണ്ട് ഞാൻ ആദ്യം ഒന്ന് താഴ്ത്തി വെച്ചായിരുന്നു, താഴ്ത്തി ഇങ്ങനെ വെച്ചു. പക്ഷേ ഇതിനത്ര ഭംഗി തോന്നിയില്ല എനിക്ക്. കാരണം ഈ ലീവ്സ് പ്ലാസ്റ്റിക് പോലെ അങ്ങനെ തോന്നും അന്നേരം നമുക്ക്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഫ്ലവർ മാത്രം കുറച്ച് പൊങ്ങി നിൽക്കാൻ പാകത്തിന് ഓർക്കിഡ് രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ഓർക്കിഡിൻ്റെയൊക്കെ നമുക്ക് തണ്ടയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, അതേ രീതിയിലാക്കി കൊടുത്തു. അപ്പം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പം ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാം. ഈ പൂവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ, ഷെയർ ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് 4400 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ചെയ്ത് എല്ലാവർക്കും ഒരു താങ്ക്സ് ഫോർ വാച്ചിങ്.